താങ്കൾ ഒരു ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ രാത്രി വരെയുള്ള ഓരോ കാര്യങ്ങൾ എടുത്തു നോക്ക്. രാവിലെ എഴുന്നേറ്റാൽ താങ്കൾ ആദ്യം സ്വിച്ച് ഇട്ടാൽ ബൾബ് കത്തും, ഇലക്ട്രിസിറ്റി ചാർജ് കൂട്ടി, ടാപ്പ് ഓണാക്കിയാൽ വെള്ളം വരും, വെള്ളക്കരം ഉയർത്തി, അടുക്കളയിൽ ചെന്നാൽ കുക്കിംഗ് ഗ്യാസിന്റെ വില വർദ്ധിപ്പിച്ചു, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എല്ലാ കാര്യങ്ങളുടെയും വില വർദ്ധിപ്പിച്ചു, കേരളം കണി കണ്ടുണരുന്ന നന്മ മിൽമ പാലിന്റെ വില വർദ്ധിപ്പിച്ചു, താങ്കൾ താമസിക്കുന്ന വീടിന്റെ വീട്ടുകരം കൂട്ടി, താങ്കൾ താമസിക്കുന്ന വീടിന്റെ സ്ഥലം ഇരിക്കുന്നതിന്റെ സ്ഥലക്കരം ഉയർത്തി, താങ്കൾ പോകുന്ന വണ്ടിയുടെ നികുതി വർദ്ധിപ്പിച്ചു, താങ്കൾ പോകുന്ന വണ്ടിയിൽ ഒഴിക്കുന്ന പെട്രോളിന്റെ വില വർദ്ധിപ്പിച്ചു, താങ്കൾ ഒരു ഓട്ടോയിൽ പോയാൽ ഓട്ടോ കൂലി കൂട്ടി, താങ്കൾ ഒരു ബസ്സിൽ പോയാൽ ബസ് കൂലി കൂട്ടി, ഇതുമായി ടോളിൽ പോയാൽ ടോൾ പ്ലാസയുടെ വില വർദ്ധിപ്പിച്ചു. ഇനി ഇതിനൊക്കെതിരെ ഒരു കേസ് കൊടുക്കാമെന്ന് പറഞ്ഞാൽ ആ കേസ് കൊടുക്കുന്നതിനുള്ള കോർട്ട് ഫീ സ്റ്റാമ്പിന്റെ വില വർദ്ധിപ്പിച്ചു. ഇനി എന്ത് കാര്യത്തിനാണ് വില വർദ്ധിക്കാനുള്ള? ശ്രീ അഭിലാഷ്, ഈ 2016 ദേശാഭിമാനി വില വർദ്ധിക്കില്ല എന്ന് എഴുതിയിട്ട് അഭിലാഷ് ഇപ്പൊ ദേശാഭിമാനി പത്രത്തിന് 1 രൂപ 10 പൈസ കൂട്ടി. ഇനി കേരളത്തിൽ ഒരു സാധനത്തിനും വില വർദ്ധിക്കാനില്ല, സമൂലമായ വിലവർദ്ധനമാണ്. ഈ വിലവർദ്ധനവിന്റെ മൂർധന്യാവസ്ഥയിൽ നിന്നിട്ട്